എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻഫിനിക്സിൻ്റെ ഇൻബുക്ക് X1 Neo എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പാണ് ഇതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അൺബോക്സിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ലാപ്ടോപ്പാണ്. ശരിക്കും പറഞ്ഞാൽ 25,000 രൂപയ്ക്ക് നല്ലൊരു ടാബ്ലറ്റ് വരെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ 25,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു വിൻഡോസ് 11 ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ഒരു അടിപൊളി ലാപ്ടോപ്പാണ് ഇൻഫിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇൻഫിനിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ലാപ്ടോപ്പ് സ്റ്റുഡൻസിനെയും അല്ലെങ്കിൽ ഓഫീസ് പർപ്പസിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. വെർത്ത് ആയിട്ടുള്ളതാണ്. 25,000 രൂപ നിങ്ങൾക്ക് മുടക്കിയാൽ മതി, അതിനുള്ള സാധനം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 2 മാസം, എനിക്ക് തോന്നുന്നു 2.5 മാസമായിട്ട് ഞാനിത് യൂസ് ചെയ്ത് വരുന്നുണ്ട്. കുറച്ച് കൂടുതൽ നാളായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ റിവ്യൂ എവിടെയെന്ന്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ റിവ്യൂ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊന്നും വലിച്ചു വാരി പറയുന്നൊന്നുമില്ല. സ്പെക്കൊക്കെ നിങ്ങൾക്ക് അൺബോക്സിംഗ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനകത്ത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. എന്നാലും പറഞ്ഞു പോകാം, 8 GB റാം, 256 GB ഇൻ്റർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. അതായത് ഒരു SSD ആണ് വരുന്നത് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത്. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത്, ഇതിൻ്റെ അകത്ത് ഇൻ്റലിൻ്റെ സെലിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്നത് വിൻഡോസ് 11 ആണ്. 4 കളറിൽ നമുക്കിത് കിട്ടുന്നുണ്ട്: കോസ്മിക് ബ്ലൂ, നോബിൾ റെഡ്, സ്റ്റാർഫോൾ ഗ്രേ, ഔറോറ ഗ്രീൻ. എൻ്റെ കയ്യിലുള്ളത് കോസ്മിക് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. അതായത് ഈ കളർ കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല, നല്ല രസമുള്ള കളറാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ഓണാക്കി അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ് കേട്ടോ, ഭയങ്കര ലുക്കാണ്, സത്യം പറയാമല്ലോ, ഉള്ളത് പറയാം. ഇനി ഈ വീഡിയോയിൽ എൻ്റെ കുറച്ച് യൂസ് കേസസിൽ എങ്ങനെയൊക്കെ ഇത് പെർഫോം ചെയ്തു എന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ ഇതിനകത്ത് ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു സാധനവും ഇട്ടിട്ടില്ല. ആകെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയത് ഫോട്ടോഷോപ്പാണ്. അത് തരക്കേടില്ലാണ്ട് വർക്കാവുന്നുണ്ട്, ജസ്റ്റ് വർക്കാവുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അതിനപ്പുറം ഞാൻ ഒരു പ്രീമിയറോ അല്ലെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറോ ഒന്നും തന്നെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തില്ല. കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഞാനിപ്പോൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്, എന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു. ചിലപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് എഡിറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് ടേമിൽ എഡിറ്റ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് അടിച്ചു പോകും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഒരു ഓഫീസ് പർപ്പസ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ലാപ്ടോപ്പാണ്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്ക് ഓഫീസിലെ കാര്യങ്ങൾ, വേർഡ്, അതുപോലെ തന്നെ എക്സൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ എൻട്രി, അതുപോലെ തന്നെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊക്കെ ഇടുന്നതോ അല്ലെങ്കിൽ ബില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനൊക്കെ പക്കാ സാധനമാണ്, ഒരു പ്രശ്നവുമില്ല. ഇനി നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കയറാനും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള പർപ്പസിനെല്ലാം പക്കാ സാധനം തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പോയിന്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ശരിക്കും ഉള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഫ്ലാഷോട് കൂടിയുള്ള വെബ്കാം. രാത്രി കാലങ്ങളിൽ നിങ്ങൾ എന്തിനാന്ന് അറിഞ്ഞുകൂടാ, ജസ്റ്റ് അവരൊരു ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വെട്ടമില്ലാത്ത സ്ഥലത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വെട്ടം കിട്ടും. 2 ഫ്ലാഷ് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള കീബോർഡ് നല്ല സുഖമാണ് ടൈപ്പ് ചെയ്യാനായിട്ട്, ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഒരിക്കലും പറയില്ല ഇത് ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ എൻ്റെ മാക്ബുക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അതുമായിട്ടൊന്നും എത്തത്തില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് നമ്മൾ എപ്പോഴും ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കാം. ഈ പ്രൈസ് ഇവിടെ ഇരിക്കട്ടെ, ചിലപ്പം നിങ്ങൾ മറന്നുപോയാലാ. 25,000 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രൈസ് ടാഗിൻ്റെ അകത്താണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ ഞാൻ ക്രോമിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ടാബ് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ വെബ്സൈറ്റും ഇഷ്ടംപോലെ യൂട്യൂബിൻ്റെ ടാബ് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ലാഗോ ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ലാഗ് ഫീൽ ചെയ്തു ചില സമയം. നിങ്ങൾ ടാബുകൾ ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് സ്ലീപ്പിൽ ഇട്ടിട്ട് പോകും, എന്നിട്ട് വന്ന് ലാപ്ടോപ്പ് വീണ്ടും ഓൺ ആക്കപ്പോൾ ഇത് ലോഡായി വരുന്നതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇൻഫിനിക്സ് പറയുന്നത് ICE Storm 1.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. എനിക്ക് ആ കൂളിംഗ് സിസ്റ്റം എവിടെയാണ് വർക്കാവുന്നതെന്ന് മാത്രം ഇൻഫിനിക്സ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ചൂടൊക്കെ ആവും കേട്ടോ, അത് തണുത്ത് പോകുന്നു എന്ന് ഫീൽ ചെയ്യുന്നില്ല, ഓവർ ഹീറ്റ് ആവുന്നില്ല എന്നുള്ളത് ഞാൻ സമ്മതിച്ചു തരാവുന്ന കാര്യം തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് ബാക്ക് ഡ്രോസും ഉണ്ട്. ഒന്നാമത്തത് ഇതിൻ്റെ സ്പീക്കർ അത്ര നല്ലതല്ല. സ്പീക്കർ കുറച്ച് ലോ ആണ്. മടിയിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ സ്പീക്കറിന് വോളിയമേ കിട്ടില്ല, അതായത് മൊത്തത്തിൽ അടഞ്ഞു പോകും. നിങ്ങൾ ഇതേപോലെ ടേബിളിലൊക്കെ വെച്ച് യൂസ് ചെയ്യാനായിട്ട് ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് ഒരു പാട്ട് പ്ലേ ചെയ്ത് ഇതിൻ്റെ ആ ഒരു ഓഡിയോ ടെസ്റ്റ് ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് മാക്സിമം വോളിയത്തിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. കണ്ടോ, ടേബിളിൽ വെക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്, അത്യാവശ്യം തരക്കേടില്ലാത്ത സൗണ്ട്. പക്ഷേ മടിയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബെഡിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പും കേൾക്കാൻ പോകുന്നില്ല.
കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ മടിയിലെടുത്ത് വെച്ചപ്പോൾ അടഞ്ഞു മൊത്തത്തിൽ. ഓക്കെ, ഒരു വൃത്തിയുടെ പാട്ടായിരുന്നു. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾ അൺബോക്സിങ്ങിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ പോർട്ടുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ശരിക്കും പറഞ്ഞാൽ ഓഫീസ് യൂസിനും സ്റ്റുഡൻസ് യൂസിനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഓഫീസ് യൂസ് സ്റ്റുഡൻസ് യൂസിനൊക്കെ ഒരു ലാപ്ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ അതിനകത്ത് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ കാണും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അവർ കുറച്ചുകൊണ്ടിരിക്കും. ഇത് 25,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു ഫോണിൻ്റെ പ്രൈസിന് ഒരു ലാപ്ടോപ്പ് കിട്ടും. ഇതിനകത്ത് നമുക്ക് ബാക്ക്ലിറ്റഡ് കീബോർഡ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വെബ് ക്യാം കിട്ടുന്നുണ്ട്, ഫ്ലാഷ് കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് വർക്ക് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് വേർഡ് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഇതേപോലുള്ള സാധനങ്ങളിലൊക്കെ വർക്ക് ചെയ്യണം, അത്യാവശ്യം ഈ പരിപാടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിംഗ് പവറും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സിൻ്റെ ഇൻബുക്ക് X1 Neo എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ചോയ്സ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻഫിനിക്സ് ചെയ്ത വളരെ നല്ലൊരു കാര്യമെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം എല്ലാ പേർക്കും 30,000-40,000 രൂപയുടെ ലാപ്ടോപ്പ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റൂല. എന്നാൽ ലാപ്ടോപ്പിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കിട്ടണം, അതുപോലെ തന്നെ ഒന്നിലും ഒരു കോംപ്രമൈസിങ്ങും ഇല്ലാത്തതാണ് നമ്മുടെ ഇൻഫിനിക്സിൻ്റെ ഇൻബുക്ക് X1 Neo എന്ന് പറയുന്നത്. ഗ്രേറ്റ് ചോയ്സ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചോയ്സ്. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യും. 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ണും പൂട്ടിപ്പോയി വാങ്ങാം. ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ചെയ്യാനായിട്ട് പറ്റും. ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ട്രസ്റ്റ് മീ, എനിക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പച്ചയ്ക്ക് തുറന്നു പറയും, നിങ്ങൾക്കറിയാലോ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇതിൻ്റെ അകത്ത് 3D റെൻഡറിങ്ങും ഗെയിമിംഗ് ഒക്കെ നടത്തണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കൂല. പക്ഷേ അത്യാവശ്യ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് നടക്കും. നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളും ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം നടക്കും. ഫൈനലി ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒരു രക്ഷയില്ല. ചാർജിങ് 50 വാട്ട്സിന് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജും ആവും. ടൈപ്പ് സി പോർട്ടാണ്. ഇതിനകത്തൊരു 2 ടൈപ്പ് സി പോർട്ടുണ്ട്. അപ്പോൾ ഏതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് ചാർജ് ആവുമെന്നാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ചാർജ് ആവുമെന്നാണ് കരുതിയത്. പക്ഷേ റൈറ്റ് സൈഡിലുള്ള ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് സി പോർട്ടിൽ കണക്ട് ചെയ്താൽ മാത്രമേ ചാർജ് കയറത്തുള്ളൂ. നല്ല ബാക്കപ്പ് ഉണ്ട് കേട്ടോ, നല്ല ബാക്കപ്പ് ഉണ്ട്, ട്രസ്റ്റ് മീ. പിന്നീട് വെയിറ്റ് കുറച്ചുണ്ട്, വെയിറ്റ് അത്ര കുറവാണെന്ന് പറയാൻ പറ്റില്ല. ഇതാ ഇൻഫിനിക്സ്, ഇത് MAയുടെ എൻ്റെ ലാപ്ടോപ്പ്. MA ലാപ്ടോപ്പ് ഭയങ്കര ലൈറ്റാണ്, ഇൻഫിനിക്സ് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ നോക്കുന്ന സമയത്ത് MAയുടെ ലാപ്ടോപ്പിൻ്റെ ബിൽഡ് കുറച്ചുകൂടി ബെറ്ററാണ്, കുറച്ചുകൂടി സെറ്റാണ്, കുറച്ചുകൂടി ഫേം ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ബിൽഡും ലുക്കൊക്കെ അടിപൊളിയാണ്. പക്ഷേ ബിൽഡ് ഭയങ്കര പ്രീമിയം ബിൽഡെല്ലാം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ MAയുടേത് ആ ഒരു ബിൽഡ് നമുക്ക് നന്നായിട്ട് കിടിലമായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് MAയിൽ ഒരുപാട് ഫ്ലോസ് ഉണ്ട്. വെബ് ക്യാം ഇല്ല, അതുപോലെ തന്നെ ബാക്ക്ലിറ്റഡ് കീബോർഡ് അല്ല ഇതിനകത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. രണ്ടിനും തമ്മിൽ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഞാനിതെടുത്ത സമയത്ത് 59,000 രൂപയായിരുന്നു. ഇത് നിങ്ങൾക്ക് 25,000 രൂപയ്ക്കകത്ത് കിട്ടും. അത് ഇൻഫിനിക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പല നല്ല വീഡിയോസും ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അടിപൊളിയായിട്ടുള്ള ഹൈ ഗ്രാഫിക്സ് ഗെയിംസും, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ അപ്ഡേറ്റ്സ്, ഈ വാട്സപ്പിൻ്റെ അപ്ഡേറ്റ്സ്, വാട്സപ്പിൻ്റെ ഫീച്ചേഴ്സ്, ഇൻസ്റ്റഗ്രാമിൻ്റെ ഫീച്ചേഴ്സ്, ആൻഡ്രോയിഡിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ്, ഇതേപോലുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്യാറുണ്ട്. ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വരാട്ടോ, അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ. ആൻഡ് മഴയത്തൊന്നും പോയി പുറത്തിറങ്ങി പനിയൊന്നും വരുത്തി വെക്കരുത്. സേഫായിട്ടിരിക്കുക കേട്ടോ. ടാറ്റ.